الحمد لله الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله الحمد لله الواحد القهار الصمد الجبار العزيز الغفار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم من أحب لقاء الله أحب الله لقاءه صدق رسول الله صلى الله عليه وسلم. لا دار للمرء بعد الموت يسكنها إلا التي وهي قبل الموت بانيها وإن بناها بخير طاب مسكنه وإن بناها بشر خاب بنيها وأمل لدار غدا رضوان خازنها والجار أحمد ورحمن ناشيها وعلموا أمة سيدنا وحبيبنا محمد صلى الله عليه وسلم. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ മുഹമ്മദ് ഫൈസി ഇർഫാനി ഉസ്താദ് അവറുകൾ ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ മഹനീയമായ മജ്ലിസിനെ വളരെ അർത്ഥവത്തായ ഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സക്കരിയ അസ്യാദി ഉസ്താദ് അവറുകൾ, ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ മഹനീയ മജ്ലിസിൽ ഇരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാർ, ബഹുമാന്യനും ആദരണീയനുമായ പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീമക്ക ഉൾപ്പെടെ ഷമ്മ സാഹിബ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, SKSSFന്റെ പ്രിയപ്പെട്ട സംഘാടകർ, ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാമുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. അൽഹംദുലില്ലാഹ്, വളരെയേറെ സന്തോഷമുള്ള ഒരു സമയത്തും ഒരു സുദിനത്തിലുമാണ് നമ്മളുള്ളത്. ഒരുപാട് വിശദീകരിക്കാനും ഒന്നുമുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലില്ല. ഏകദേശം 10:30 ആണ് നമ്മുടെ സമയം കുറവാണ്. എങ്ങനെ പറയുമെന്നോ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമെന്നോ എനിക്കറിയില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി പറഞ്ഞവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹുവിലിരിക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മേഖലകളിൽ SKSSFന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുൻപന്തിയിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആരെയും കാണിക്കുവാനോ ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിതിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യറല്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിനെ ആഗ്രഹിക്കുന്നില്ല. അവരൊരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, ഒരുപാട് ആനുകൂല്യങ്ങളുടെ വഴികളിലൂടെ കടന്നു പോകുന്നവരാണ് എന്ന് പറഞ്ഞു ഒരാളുടെയും സർട്ടിഫിക്കറ്റിനും ആദരവിനും വേണ്ടിയിട്ടല്ല. നാളെ പടച്ചവന്റെ അടുക്കൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് കടന്നു വരുമ്പോ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ പാലം കടന്നു പോകണ്ടേ. കൽ ബർഖിൽ ഖാതിഫി, ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോകണ്ടേ. അതിനെന്ത് വേണം? മറ്റുള്ളവന്റെ വേദനകളും സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും എല്ലാം അറിഞ്ഞുകൊണ്ട് അവനെ ചെന്നുകൊണ്ട് സഹായിക്കുകയാണ് വേണ്ടുന്നത്. സഹായിക്കുക എന്ന് പറയുമ്പോ നമുക്കൊരുപാട് കടങ്ങളുണ്ടാകും, നമുക്കും പ്രയാസങ്ങളുണ്ടാകും, നമുക്കും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നമുക്കും ഉണ്ടാകും. എന്നാൽ നമുക്ക് കടങ്ങൾ ഉള്ളതിനോടൊപ്പം, നമുക്ക് സങ്കടങ്ങൾ ഉള്ളതിനോടൊപ്പം, നമുക്ക് വേദനകൾ ഉള്ളതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവനെ സഹായിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കയ്യിലുണ്ടായിരുന്ന മുത്തുമാല എടുത്തുകൊണ്ട് പാവപ്പെട്ട ഫഖീറായ മനുഷ്യനിക്ക് വേണ്ടി കൊടുത്തത് അത് വെറുതെയല്ല. എത്രയോ ദിവസങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ജോലിയില്ലാതെ സങ്കടത്തിലായി പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്ന പാവപ്പെട്ട കുരുന്നുമക്കള് എത്രയോ ദിവസം സങ്കടത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. സുന്നത്ത് നോമ്പെടുത്തിട്ട് പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കിടക്കുന്ന ആ ഒരു സമയമാണ് വീടിന്റെ വാതിലിൽ കടന്നു വന്നുകൊണ്ട് മുട്ടിയ 3 ആളുകൾക്കും തന്റെ മക്കൾക്ക് നോമ്പ് തുറക്കാൻ വെച്ചിരുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് ഫാത്തിമ ബീവി കൊടുത്തത് മറ്റുള്ളവന്റെ സങ്കടങ്ങൾ അറിഞ്ഞിട്ടാണ്. ഫാത്തിമ ബീവിക്ക് ഭക്ഷണത്തിന് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, അലിയാർ തങ്ങൾക്ക് ഭക്ഷണത്തിന് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമാണ്. എന്നാലും അവർ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനാണ്, ഒരാളെയും കാണിക്കാനല്ല, അല്ലാഹുവിന്റെ പൊരുത്തത്തിനാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള നന്മകളുടെ വഴികളിലൂടെ കടന്നു വരുന്നത്. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് വിശാലമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് നന്മകൾ ആരൊക്കെ ചെയ്തുകൊണ്ട് വരുന്നോ അൽഹംദുലില്ലാഹ്
അവരുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് പ്രതിഫലം തരുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, പ്രിയപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവും സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹുവും കൂടെ നടക്കുകയാണ്. മദീനയുടെ ചാരത്ത് കൂടെ നടക്കുമ്പോൾ അവർ പരസ്പരം ചർച്ചകൾ ചെയ്യുകയാണ്, അവർ പരസ്പരം സംസാരിക്കുകയാണ്. ആ ഒരു സമയമാണ് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾ മൂന്ന് പേരും ഈ വരീന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളോടൊപ്പം ഞാനും കൂടെ ഇരുന്നാൽ നിങ്ങൾക്ക് പ്രയാസമാകുമോ? ഞാനും കൂടെ ഇരുന്നാൽ നിങ്ങൾക്ക് പ്രയാസമാകുമോ? പറയുമ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, നിങ്ങൾ കടന്നിരുന്നോ. അങ്ങനെ 4 പേരും കൂടെ മദീനയുടെ ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയുന്നത്, ഒരു കാലഘട്ടം കടന്നു വരായിരിക്കുന്നല്ലോ, ഒരു കാലഘട്ടം കടന്നു വരായിരിക്കുന്നുണ്ട്. പേടിച്ചുകൊണ്ട് കടന്നു കൂടേണ്ടുന്ന കാലഘട്ടമാ. നടക്കുമ്പോ പേടിയാ, ഇരിക്കുമ്പോ പേടിയാ, എന്തിനേറെ സംസാരിക്കുമ്പോൾ പോലും പേടിക്കേണ്ടുന്ന ഒരു കാലഘട്ടം വരും. അവര് പറഞ്ഞു, നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയില്ലല്ലോ. അമ്മാ ഇന്നഹു സയഖൂ, അവസാന കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തെ ഭരിക്കുന്ന ഭരണാധികാരികള്, പടച്ചവനെ അല്ലാഹുവേ, നിസ്കരിക്കുന്നവന്റെ, നോമ്പ് നോക്കുന്നവന്റെ, സ്വതക്ക ചെയ്യുന്നവന്റെ, സക്കാത്ത് കൊടുക്കുന്നവന്റെ, അവരുടെ മേലിൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് കടന്നു വരുന്ന ഭരണകർത്താക്കളെ അല്ലാഹു കൊടുക്കുമെന്ന് പറയുമ്പോ ആര് പറഞ്ഞെന്ന് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ ചോദിക്കുമ്പോ മഹാനുഭാവൻ പറയുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുക്കുന്ന ലോകത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാലഘട്ടം വരാനിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ പേടിച്ചുകൊണ്ട് ഉറങ്ങേണ്ടുന്ന സമയം, സംസാരിക്കാൻ പേടി, ഒരുമിച്ചിരിക്കാൻ പേടി, വീട്ടിന്റെ ഉള്ളിൽ പേടി, മൊത്തത്തിൽ പേടിയോടുകൂടി കടന്നു പോകേണ്ടുന്ന ഭയപ്പാട് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുമെന്ന് ഇന്നത്തെ കഥ, ഈ കാലഘട്ടത്തിന്റെ കഥ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. സ്വഹാബത്ത് ചോദിച്ചു, അങ്ങനെ വരാനുള്ള കാര്യമെന്താ? അങ്ങനെ വരാനുള്ളൊരു കാര്യമെന്താ? ആ സമയമാണ് ഇവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് സ്വഹാബത്ത് എടുത്തു വെച്ചുകൊണ്ട് പറയുന്നു, സുബ്ഹാനല്ലാഹ്, അവസാന കാലഘട്ടം വരുമ്പോ പടച്ചവനിക്ക് വേണ്ടി ഇബാദത്ത് കുറഞ്ഞു വരാറുണ്ട്, നിസ്കാരം കുറഞ്ഞു വരാറുണ്ട്, നോമ്പ് കുറഞ്ഞു വരാറുണ്ട്. അല്ലാഹു എത്രത്തോളം സമ്പത്ത് കൊടുത്താലും ആ സമ്പത്ത് കൊണ്ട് സുഖക്ക ചെയ്യാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്മാര് കടന്നു വരുമ്പോ നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭരിക്കുന്ന ഭരണകർത്താക്കളിലൂടെ അവർക്ക് പേടിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ ഇട്ട് കൊടുക്കുമെന്ന് അതൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സഹോദരങ്ങളെ, അതൊന്ന് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ സഹോദരങ്ങളെ. പേടിയില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലും മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയാ, അവരെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ പേടിക്കേണ്ടുന്ന കാലഘട്ടം കടന്നു വരാൻ ഇരിക്കുന്നുവെന്ന് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയുമ്പോ ഈ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോ അതൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തേ കാരണമെന്നറിയോ? എത്രയോ പരിശുദ്ധമായ റമദാനെന്ന് കടന്നു പോയതാണ്. അല്ലാഹുവേ, ഇനി ഒരു പാപം
പാപം ചെയ്യില്ല അല്ലാ, ഇനി ഒരു തെറ്റ് ചെയ്യില്ല അല്ലാ, ഇനി ഒരു കുറ്റം ചെയ്യില്ല അല്ലാ. ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിനക്ക് വേണ്ടി തൗബ ചെയ്ത് ഖുർആൻ ഓതി നിസ്കരിച്ചുകൊണ്ട് കടന്നു പോകുമെന്ന് പറഞ്ഞിട്ട് എത്ര കരഞ്ഞവരാണ് നമ്മള്, എത്ര തൗബ ചെയ്തവരാണ് നമ്മള്. എന്നിട്ടോ നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടോ, നമ്മുടെ കണ്ണിന് മാറ്റമുണ്ടോ, നമ്മുടെ കാതിന് മാറ്റമുണ്ടോ, നമ്മുടെ ഖൽബിന് മാറ്റമുണ്ടോ? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന റമളാനിക്ക് മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പാപത്തിൽ നിന്ന് നമ്മൾ പിന്മാറിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് അവിടെ നിന്ന് സെയ്ദ് ഇബ്നു അസ്ലം തങ്ങൾ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ആളുകളെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പുറത്തേക്കിടുന്നത്? അല്ലാഹുവിനെ മറക്കുമ്പോഴാ, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് മനുഷ്യന്മാര് വ്യതിചലിച്ചു പോകുമ്പോഴാ. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പണ്ട് രോഗങ്ങൾ കുറവാണ്, പണ്ട് അസുഖങ്ങൾ കുറവാണ്, പണ്ട് സങ്കടങ്ങൾ കുറവാണ്, പണ്ട് ക്യാൻസർ കുറവാണ്. ഇന്നിപ്പോ ഒരുപാട് സ്ഥലങ്ങൾ ഉയർന്നു വന്നു അല്ലേ? ഒരുപാട് സ്ഥലങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഡയാലിസിന്റെ എന്തേ കാരണം? നമ്മുടെ കുറവല്ലേ, നമ്മുടെ കാര്യങ്ങൾ കൊണ്ടാണ്. അല്ലാഹുമായിട്ടുള്ള ബന്ധം നമ്മൾ അവസാനിപ്പിച്ചു. മുമ്പുണ്ടായിരുന്ന ഉമ്മമാര് സന്ധ്യസമയമായ എന്താ ചെയ്യാ? അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവരോതും അല്ലേ? യാസീനോതും വാഖിഅോതും. ദാരിദ്ര്യമില്ല, ഉള്ളത് കൊണ്ട് അവർ കഴിഞ്ഞിരുന്നു, ഉള്ളത് കൊണ്ട് അവർ കഴിച്ചുകൊണ്ട് കഴിഞ്ഞു പോയിരുന്നു. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അല്ലേ, ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും ബിന്റെ ഞാൻ തുടങ്ങിയിടും നീ കഷ്ടതാഗ്രഹപിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ. ഉമ്മമാരെ, പണ്ടുള്ള ഉമ്മമാര് ചെയ്തിരുന്ന പണിയാണ്. അവരുടെ സന്ധ്യ സമയാകുമ്പോ വീട്ടിന്റെ ഉള്ളിലിരുന്ന് റബ്ബേ കഷ്ടത, ഗൃഹപ്പിഴ, ഗൃഹം എന്ന് പറഞ്ഞ വീട്, വീട്ടിന്റെ ഉള്ളിലുള്ള ആപത്ത് മുസീബത്തുകൾ അല്ലാഹുവേ തട്ടി മാറ്റണേ. അന്ന് അവർ ദുആ ചെയ്തിരുന്നു റബ്ബിലേക്ക്, വാഖിഅ ഓതിയിരുന്നു, യാസീൻ ഓതിയിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ പോലെയുള്ള പരീക്ഷണങ്ങളൊന്നും അവർക്ക് വന്നിട്ടില്ല. അല്പം പട്ടിണിയാണെങ്കിലും ഉള്ള പട്ടിണിയിൽ അവർ അന്തസ്സോടുകൂടി അവർ ജീവിച്ചിരുന്നു. ഇന്നോ ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, ഒന്നുമില്ലെങ്കിൽ വീട്ടിലില്ലെങ്കിലും കൂട്ടുകാരെങ്കിലും മേടിച്ചു തരും. അതാണ് മഹാനായ സെയ്ദ് ഇബ്നു അസ്ലം തങ്ങൾ പറയുന്നത്. ആ ഒരു കാലഘട്ടം കടന്നു വരുമ്പോ എവിടെ ഇറങ്ങിയാലും അവർക്ക് ഭക്ഷണം ആരും മേടിച്ചു കൊടുക്കണമല്ലോ. അവര് പോയിട്ടില്ലെങ്കിൽ അവരെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ആളുകളുണ്ട്. പക്ഷേ യുഹിബ്ബൂനൽ ഖൽഖാ വയൻസൗനൽ ഖാലിഖാ. അവര് പടച്ചവനെ അവർ മറന്നു പോകും. അല്ലാഹുവേ, സൃഷ്ടികളെ ഇഷ്ടം വെച്ചുകൊണ്ട് അവർ കടന്നു വരുന്നുണ്ട്. അവരെ പടച്ചു പരിപാലിക്കുന്ന ജഗന്നിയന്താവായ അല്ലാഹ്, ആ പടച്ചവന്റെ വാക്കുകളെ അവര് കാറ്റിൽ പറപ്പിച്ചിരിക്കുകയാണ്. തെറ്റുകൾ ഇങ്ങനെ പെറ്റുപെരുവുകയാണ്. ആരും എന്റെ തെറ്റ് കാണില്ല, ആരും എന്റെ കുറ്റം കാണില്ല. ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ചു സുഖിച്ച് നല്ലതുപോലെ മുന്നോട്ട് പോയാലും എന്നാര് കാണാനാ? എന്നാൽ നമ്മളൊക്കെ ആയത്തുൽ കുർസി ഓതുന്നവരാണ്. അതിനകത്തെ ആയത്തിന്റെ ഇടയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ലാ തഅഖുദുഹു സിനത്തുൻ വലാ അല്ലാഹുവേ, ആയത്തുൽ കുർസി ഓതുന്നതിന്റെ ഇടയിൽ നമ്മൾ ഓതുന്നവരായത്താണ് ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. പടച്ചവന്റെ ഒളിക്കാമറയെ, അല്ലാഹുവിന്റെ ഒളിക്കാമറയെ മറച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല. ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ നടക്കുമ്പോ അവസാന കാലഘട്ടം കടന്നു വരുമ്പോ റബ്ബിനെ മറക്കുന്നവരാ, അല്ലാഹുവിന്റെ കൽപ്പനകളെ മറക്കുന്നവരാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ
അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നറിയുമോ? സൂക്ഷിക്കേണ്ടുന്ന രൂപത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചോ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന കോലത്തിൽ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന ഭാവത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ വിട പറഞ്ഞു പോകരുത്, മുഅ്മിനായിട്ടല്ലാതെ നിങ്ങൾ വിട പറഞ്ഞു പോകരുത്. പൊന്നാര വാപ്പമാരെ, ഈ കാലഘട്ടത്തെ പറ്റി സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറയാ, പേര് കൊണ്ടവര് മുസ്ലിമാണ്, പേര് കൊണ്ടവര് മുസ്ലിമാൻ. സുബൈർ, അബൂബക്കർ, ഉസ്മാൻ, ഖദീജ, ആയിഷ, സൈനബ, പേരൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്താണ്. പക്ഷേ അവരുടെ അമലുകൾ കുറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനത്തെ അമലുകൾ അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ വീടുകളിൽ, അവരുടെ ജീവിതത്തിൽ എപ്പോ കുറയുന്നോ അപ്പ റബ്ബ് പരീക്ഷണം കൊടുക്കുന്ന, അപ്പ അല്ലാഹു പരീക്ഷണം കൊടുക്കുന്ന. അതെങ്ങനെ? ഭരണകർത്താക്കളിലൂടെ പരീക്ഷണം കൊടുക്കുന്ന. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഹബീബിന്റെ പ്രിയപ്പെട്ടവര് പറയുന്നത്, അല്ലാഹനെ മറക്കല്ല. എത്രയോ റമദാനാണ് പെങ്ങളെ കടന്നു പോയത്. ഈ കൂട്ടത്തിൽ 40 വയസ്സുള്ള, 50 വയസ്സുള്ള, 60 വയസ്സുള്ള പ്രിയപ്പെട്ടവരുണ്ടല്ലോ. മഹദിയായ സൗദാ റളിയല്ലാഹു തആല അൻഹാ. എന്റെ ഉമ്മമാർക്ക് വേണ്ടി സമയം കുറവാണെങ്കിലും പറഞ്ഞു പോവുകയാണ്. മഹദിയായ സൗദാ റളിയല്ലാഹു തആല കട്ടിലിൽ കിടക്കുകയാണ്. ശരീരം മുഴുവനും ചുക്കുചുളഞ്ഞിട്ടുണ്ട്. പരിചാരകയായ പെണ്ണ് വന്നിട്ട് സൗദ ബീവിയോട് ചോദിക്കുകയാണ്, അല്ല സൗദാ, ഇന്നലെ ഞാൻ നിങ്ങളുടെ അരികിൽ വരുമ്പോ നിങ്ങൾ നല്ല ഉറക്കത്തിലാണല്ലോ, പക്ഷേ ആ ഉറക്കത്തിൽ നിങ്ങൾ ആദ്യം ഒന്ന് ചിരിച്ചുവല്ലോ. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോ നിങ്ങളുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് ഒഴുകി വരുന്നല്ലോ. എനിക്ക് മനസ്സിലാകുന്നില്ല സൗദാ. സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, മോളെ നീ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ അതിമനോഹരമായ ഒരു കിനാബ് ഞാൻ കണ്ടു. എന്റെ കിനാബം അറിയുമോ? എന്റെ കിനാബിൽ 2 ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, മോളെ സൗദാ, നീ എത്ര ഭാഗ്യവതിയായ പെണ്ണാ സൗദാ, നീ എത്ര ഭാഗ്യവതിയായ പെണ്ണാ സൗദാ. അങ്ങനെ വിളിച്ചു പറയുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് ഭാഗ്യവതി എന്ന് പറയുന്നത്? ഉടൻ തന്നെ പറഞ്ഞു, ഓരോ പരിശുദ്ധമായ റമദാൻ കഴിയുമ്പോ, ഓരോ പരിശുദ്ധമായ റമദാന് കഴിയുമ്പോ നിങ്ങളുടെ പാപങ്ങൾ ഓരോന്നായിട്ട് പുറത്തു പോവുകയാണ്. അല്ലാഹു നന്മകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ആ കാണുന്ന നക്ഷത്രങ്ങളെ കണ്ടോ സൗദാ? എണ്ണമത്താത്ത നക്ഷത്രങ്ങളാണല്ലോ. അതൊക്കെ നിങ്ങൾ ചെയ്ത അമലുകളാണ് സൗദാ. അത് നിങ്ങളുടെ നിസ്കാരമാണ്, അത് നിങ്ങളുടെ നോമ്പാണ്, അത് നിങ്ങളുടെ ഖുർആൻ ഓതലാണ്, അത് നിങ്ങളുടെ അദ്കാറുകളാണ്, അത് നിങ്ങളുടെ സ്നേഹപ്രപഞ്ചമാണ്. ആ കാണുന്ന നന്മകളൊക്കെ കണ്ടോ സൗദാ? അതൊക്കെ നാളെ പടച്ചവന്റെ മുമ്പിൽ വരുമ്പോ, അല്ല നാളെ മരിക്കുന്നൊരു സമയമാകുമ്പോ, അല്ലാഹു മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ സകലമാന പ്രവർത്തനങ്ങളെയും അല്ലാഹു കാണിച്ചു തരുമ്പോ നിനക്കത് കാണിച്ചു തരും സൗദാ. നിന്റെ നന്മകളെ കാണിക്കും സൗദാ. എത്രയോ റമദാനുകൾ കഴിഞ്ഞു പോയി, അന്ന് നീ തൗബ ചെയ്തില്ലേ സൗദാ? ആ ചെയ്തു പോയ ഓരോ തൗബകളും നിനക്ക് നക്ഷത്രങ്ങളായി, ഇന്നാമിനുകളായി നിനക്ക് കടന്നു വരുന്നുണ്ട് സൗദാ എന്ന് പറഞ്ഞുകൊണ്ട് സൗദ ബീവിയോട് പറയുമ്പോ സൗദ ബീവി പറയുന്ന, മോളെ എന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ കാര്യങ്ങൾ കേട്ടപ്പോ ഞാനങ്ങ് ചിരിച്ചതാ.
ഒരുപാട്. പിന്നെന്തിനാണ് സൗദാ നിങ്ങൾ കരഞ്ഞത്? ആ സമയത്ത് സൗദാ ബീവി അവിടുന്ന് വീണ്ടും കരയുകയാണ്. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നുണ്ട്. സൗദാ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഈ മനുഷ്യന്മാർ തന്നെ വിളിച്ചു പറയാ, ഇനി ഒരു റമളാനിൽ നിങ്ങളില്ല സൗദാ, ഇനി ഒരു ഇസ്തിഗ്ഫാറിന്റെ പത്തിൽ നിങ്ങളില്ല, ഇനി ഒരു റഹ്മത്തിന്റെ പത്തിൽ നിങ്ങളില്ല, ഇനി ഒരു മഗ്ഫിറത്തിന്റെ പത്തിൽ നിങ്ങളില്ല. സമയം കഴിഞ്ഞു സൗദാ, നിങ്ങൾ ഭാഗ്യവതിയാണ്. കാരണം ഈ കഴിഞ്ഞുപോയ റഹ്മത്തിന്റെ, ഈ കഴിഞ്ഞുപോയ മഗ്ഫിറത്തിന്റെ, ഈ കഴിഞ്ഞുപോയ മിനന്നാറിന്റെ പത്തില് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞിട്ട് നിങ്ങൾ തൗബ ചെയ്തല്ലോ. അത് കാരണം നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു പൊരുത്തപ്പെട്ടു സൗദാ എന്ന് പറയുമ്പോ സൗദ ബീവി പറയാ, ഇനി ഒരു റമളാൻ എനിക്ക് കിട്ടൂല, ഇനി ഒരു റമളാനിൽ ഞാനില്ല എന്ന് പറഞ്ഞപ്പോ അറിയാതെ ഞാനങ്ങ് കരഞ്ഞതാ. എന്തിനാ കരഞ്ഞത്? എന്തിനാ ചിരിച്ചത്? അമലുകൾ മുഴുവനും കഴിഞ്ഞ റമളാനിൽ നിങ്ങൾ ചെയ്ത അമലുകളാണ് കാണിക്കുന്നത്. ഉമ്മമാരെ, വാപ്പമാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നിസ്കരിച്ചു, നമ്മൾ നോമ്പ് നോറ്റു, നമ്മൾ സ്വതക്കകൾ ചെയ്തു, നമ്മൾ സക്കാത്തുകൾ കൊടുത്തു, ഒരുപാട് ഖുർആൻ ഓതി. ഈ ഓതിയിട്ടുള്ളതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? എവിടൊക്കെയോ പോയി, ഏതൊക്കെയോ വഴിയിലൂടെ പോയി, ഇല്ലേ? അതിൽ മർമ്മപ്രധാനം നമ്മുടെ നാവാണ്. എത്ര റമളാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കൈവച്ചിട്ട് പറയൂ, എത്ര റമളാൻ വാപ്പമാരെ, ഉമ്മമാരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കിട്ടിയ റമളാനിക്കൊക്കെ നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്തില്ലേ? നമ്മൾ തൗബ ചെയ്തില്ലേ? എന്നിട്ടും വീണ്ടും അതേ തെറ്റ് നമ്മൾ ആവർത്തിക്കുന്നില്ലേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അമൽ സ്വീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കോ. നബിയുനാ റസൂലുള്ളാഹി ഉറക്കുന്ന സ്വലാത്തിൽ ഉള്ളവർ ഉറക്കുന്ന സ്വലാത്തിൽ നബിയുനാ റസൂലുള്ളാഹി. വളരെ ചുരുങ്ങിയ സമയമല്ല, അപ്പൊ അതിലൊന്നും ഉറക്ക സ്വലാത്തിന്റെ ഒരു സന്തോഷം. നബിയുനാ റസൂലുള്ളാഹ്. സ്നേഹാദ്രമാമെന്റെ കൽബും പൊട്ടി വേദന ചൊന്നോ ഞാൻ അരുകിലെത്തി, തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞെന്ന നബിയിൽ തേടി, ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഒരു ഭൂമി പാപിതൻ ഹൃദയങ്ങു കേൾക്കില്ലേ, ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ, നബിയേ കനവിലു വരുമോ നിധിയേ. മരണത്തിന്റെ നേരത്ത് നമ്മൾ ഓർത്തൊരു നേതാവാണ്. അതുകൊണ്ട് നമ്മൾ മുടക്കരുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നമ്മുടെ സമയത്തിന്റെ കുറവ് കൊണ്ടാണ് സാധാരണ ആദ്യം ആരംഭിക്കുമ്പോൾ ഒരു പാട്ട് പാടുന്നത്. പക്ഷെ ഇന്ന് സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാ, ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരോട് പറയാ, ഉള്ള അമൽ നമ്മൾ കളയരുത്, ഉള്ള അമൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. കളഞ്ഞ പെട്ടു ഇല്ലേ? അടുത്ത റമളാനിക്കുണ്ടോ? സംശയല്ലേ? അടുത്ത റമളാനിക്ക് ഞാനോ നിങ്ങളോ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റൂല. അല്ലെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ ഇവിടെ വന്നിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? കഴിയില്ല, ഇല്ലേ? അതുകൊണ്ട് ഈ നമ്മുടെ ഈ വേലിക്കെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു നാവ് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിക്കണം, ഇല്ലേ? ഇന്ന് ആരാണ് കുറ്റം പറയുന്നത്? ആരാണ് ഫിത്നകൾ ഉണ്ടാക്കുന്നത്? ആരാണ് ഫസാദ് പറയുന്നത്? നിസ്കാരമില്ലാത്തവരാണോ? അല്ല. നോമ്പില്ലാത്തവരാണോ? അല്ല. എല്ലാം ഉള്ളവരല്ലേ? ഇത് ഞാൻ പറഞ്ഞല്ല, അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിന്റെ വാക്കാണ്. ഇന്നല്ലദീന, നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ യുഹിബ്ബൂന അൻ
കാണുന്നത് മുഴുവനും വിളിച്ചു പറയാ. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവനും ഏതെങ്കിലും ഒരാളെ വന്ന് പൊങ്കാലയിടാൻ കിട്ടിയാൽ പിന്നെ അത് മുഴുവനും ഏറ്റുപിടിച്ചുകൊണ്ട് അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ പറ്റും ആ കോലത്തിലേക്ക് പോകുന്ന കാലഘട്ടം. അതിനെ ഏറ്റുപിടിക്കുന്നത് ആരാണ്? അത് നമ്മളാണ്. അത് ഷെയർ ചെയ്യുന്നവരാരാണ്? അത് നമ്മളാണ്. അല്ലേ? എല്ലാം കിട്ടിയപാട് കേട്ടപാട് ഷെയർ ചെയ്യരുത്. നാളെ പടച്ചവന്റെ മുമ്പിൽ കയ്യും കെട്ടിയെന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും, ഉറപ്പാണ്. എന്തെങ്കിലും കണ്ടാല് അത് അള്ളാഹു അവരുമായിട്ടായിക്കോട്ടെ, നമ്മളുമായിട്ട് ബന്ധമില്ല. നമ്മളതിനെ മാറ്റിയാൽ അതൊരു തെറ്റാണെന്ന് കണ്ടിട്ട് മാറ്റിയാൽ സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു പറഞ്ഞത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാവുകയാണ്. എവിടെന്നെങ്കിലും ഒരു വാർത്ത കടന്നു വരികയാണ്. ഇന്റർനെറ്റിന്റെ ഈ കാലഘട്ടത്തില് ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുമ്പോ അത് മുഴുവനും നമ്മൾ ഷെയർ ചെയ്യാൻ നിൽക്കരുത്. എന്തേ കാരണമെന്നറിയുമോ? നമുക്ക് അമല് കുറവാണ്, നമുക്ക് നിസ്കാരം കുറവാണ്, നമുക്ക് നോമ്പ് കുറവാണ്, നമുക്ക് സ്വതക്ക കുറവാണ്, നമുക്ക് ഖുർആൻ ഓതൽ കുറവാണ്. ചെയ്തു പോയിട്ടുള്ള അമലുകൾ മുഴുവനും എങ്ങനെയൊക്കെയോ കളഞ്ഞു പോയിട്ടുണ്ട്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ തെറ്റിൽ നിന്ന് പിന്മാറിയ അല്ലാഹുവിന്റെ ഓഫറാണ്. മോനെ, നിനക്ക് ഒരു സ്വർഗമല്ല. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹു നിനക്ക് ഒരു സ്വർഗത്തിന് പകരം പടച്ച തമ്പുരാ നിനക്ക് 2 സ്വർഗം തരുമെന്ന് പറയുമ്പോ ആർക്ക് വേണം സ്വർഗമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമല്ലേ? സ്വർഗം എങ്ങനെയാന്ന് ചോദിക്കുന്ന കാലഘട്ടമല്ലേ? അങ്ങനെ സ്വർഗമുണ്ടോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമല്ലേ? ചെറുപ്പക്കാരാ, ആരാണ് മുഅ്മിനെന്നറിയുമോ? ആരാണ് മുഅ്മിനെന്നറിയോ? അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب. അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവര് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്യങ്ങള് ഇന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗ്ഗം യാഥാർത്ഥ്യമാണ്. വ ഇന്നൻ നാറ ഹഖ്ഖുൻ, നരകം യാഥാർത്ഥ്യമാണ്. വ ഇന്നൽ ജന്നത ഹഖ്ഖുൻ. അങ്ങനെ ഓരോന്നും നബി തങ്ങൾ പറയുമ്പോ നമ്മൾ കണ്ടിട്ടില്ല. അത് വിശ്വസിക്കേണ്ടുന്ന ചുമതല നമുക്കുണ്ട്. റസൂലുള്ളാഹിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാരാ, ഒരു സ്വർഗ്ഗത്തിന് പകരം തിന്മയിൽ നിന്ന് പിന്മാറിയ അല്ലാഹു 2 സ്വർഗ്ഗം തരാമെന്ന് പറയുമ്പോ നമ്മുടെ നിസ്കാരം കളയണോ? നമ്മുടെ നോമ്പ് കളയണോ? നമ്മുടെ സ്വതക്ക കളയണോ? കഴിഞ്ഞു പോയ റമളാനിന്റെ നോമ്പുകളെ കളയണോ? അവസാനത്തെ 10 കൊണ്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് അല്ലാഹുവേ, ഞാൻ ആരെ പറ്റിയെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തവരെ, എന്നാ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോ. പരിശുദ്ധമായ റമളാനാണെങ്കിൽ പോലും വ്യഭിചരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അല്ലാഹു പൊരുത്തപ്പെട്ടു തരുന്നുണ്ട്. കല്ല് കുടിച്ചിട്ടുണ്ട്, തൗബ ചെയ്തിട്ട് അല്ലാഹു പൊരുത്തപ്പെട്ടു തരുന്നുണ്ട്. അറിയാതെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അല്ലാഹു പൊരുത്തപ്പെട്ടു തരുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിനോട് നമ്മൾ എത്ര കരഞ്ഞാലും അല്ലാഹു പൊരുത്തപ്പെടാത്തൊരു കാര്യം ഏതെന്നറിയോ? ഞാനോ നിങ്ങളോ ആരെയെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അത് അവരോട് തന്നെ ചെന്നുകൊണ്ട് പൊരുത്തം ചോദിച്ച് അവര് പൊരുത്തപ്പെട്ടു തരാതെ അല്ലാഹു പൊരുത്തപ്പെടില്ലെന്ന് പഠിപ്പിച്ചത് സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഒരാളെയും ഒന്നും പറയണ്ട. അതാണ് ഖുർആൻ
പറഞ്ഞത് ഇന്നല്ലദീന നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ യുഹിബ്ബൂന അവർക്ക് വലിയ ഇഷ്ടമാണ് അന്തശി അൽ ഫാഹിഷ എന്ത് കിട്ടിയാലും വിളിച്ചു പറയാന് അതിനെ വ്യാപിപ്പിക്കാന് അതിനെ പരസ്യപ്പെടുത്താന് മനുഷ്യന്മാർക്ക് ഇഷ്ടമാണ്. അവരാരെന്നറിയുമോ? ഫില്ലദീന ആമനൂ അവരെ വിശ്വസിച്ചവരാണ്. റമളാനിൽ 2-3 ഖത്വൊക്കെ അവർ ഓതിയിട്ടുണ്ടാകും. പാവങ്ങൾക്കൊക്കെ അവർ സ്വതക്ക ചെയ്തിട്ടുണ്ടാകും. സ്വത്തിന്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാകും. ഇല്ലേ? ഒരുപാട് നന്മകൾ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടാകും. ഒക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എന്തെങ്കിലും കിട്ടിയാല് നീ അത് കണ്ടില്ലേ, നീ ഇത് കണ്ടില്ലേ, എന്തിനാണ് സഹോദരിമാരെ, വാപ്പമാരെ, ചെറുപ്പക്കാരാ, ഇവിടത്തെ ജീവിതം കുറവാണ്. ഇവിടത്തെ ജീവിതം കുറവാണ്. ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ ഉസ്താദുമാരോടാണ് ഇവിടുത്തെ ജീവിതം നൈമഷി. ഇതൊരു യാത്രയാണ്. യാത്രയുടെ ഇടയില് ചെറിയൊരു താമസം, ഒരല്പനേരത്തെ വിശ്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പലരുടെയും ബാപ്പമാര് ഖബറിലുണ്ട്, ഉമ്മമാര് ഖബറിലുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ പറ. അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. വിശദീകരിക്കാനുള്ള സമയമില്ല. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കൊല്ലായി? 25 കൊല്ലം കൊണ്ട് ഖബറിൽ കിടക്കുന്ന ബാപ്പയില്ലേ? 50 കൊല്ലം കൊണ്ട് ഖബറിൽ കിടക്കുന്ന ഉമ്മയില്ലേ? ചിന്തിച്ചു നോക്ക്, എത്ര കൊല്ലായി അവർ ഖബറിൽ കിടക്കാൻ ഒരുങ്ങിയിട്ട്. ഇവിടത്തെ ജീവിതം ഒരു ജീവിതമല്ല. ഈ ഉള്ള ജീവിതത്തിൽ നന്നാകാൻ ഞാൻ എന്നോടാ പറയാ, പിന്നെ നിങ്ങളോട് ഞാനും നിങ്ങൾ നന്നാകാൻ നോക്കുക. ഈ ഉള്ള സമയത്ത്, ഈ ഉള്ളൊരവസരത്തില്, വളരെ തുച്ഛമായ ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ മലക്കുമൗത്ത് കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ പിടിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കണം. അല്ലാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്തിട്ട്, റബ്ബേ ഇനി എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്ത? റബ്ബേ നീ എനിക്കൊരു വഴി തുറന്നതാ. റബ്ബിലേക്ക് പറയ്, അല്ലാഹു നിങ്ങൾക്ക് വഴി തുറന്നു തരും. അല്ലാഹു നിങ്ങൾക്ക് വഴി തുറന്നു തരും. അതുകൊണ്ടാണ് അവിടുന്ന് സഹോദരങ്ങളെ പറയുന്നത്, ഇവിടത്തെ ജീവിതം ഒരു ജീവിതമല്ല. വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. ശേഷിക്കുന്ന ഒരു ജീവിതം വരായിരിക്കുകയാണല്ലോ. ആ കടന്നു വരായിരിക്കുന്ന ജീവിതത്തിലാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. അതുകൊണ്ട് ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കലാണ്. പോലും പൊട്ടിക്കരഞ്ഞു പോയത്, ഇനി എനിക്കൊരു റമദാൻ കിട്ടില്ലല്ലോ, ഇനി എനിക്കൊരു നോമ്പ് നോക്കാൻ അവസരം കിട്ടില്ലല്ലോ, ഇനി എനിക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടില്ലല്ലോ, ഇനി എനിക്ക് സ്വതക്ക ചെയ്യാൻ അവസരം കിട്ടില്ലല്ലോ. ഈ ഒരു റമദാനോടുകൂടി കഴിഞ്ഞു വന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചല്ലോ. എന്നാൽ എന്റെ ഉമ്മ, നിങ്ങളോടൊപ്പം കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്നവരുന്നില്ലല്ലോ. പലരും ഖബറിന്റെ ഉള്ളില്, പലരും ആറടി മണ്ണിന്റെ ഉള്ളറയില്. അതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മളെ കൂടെ വർത്തമാനം പറഞ്ഞിരുന്ന സഹോദരിയാ, നമ്മളെ കൂടെ തോളത്ത് കൈയിട്ട് കൊണ്ട് നടന്നിരുന്നവരാണ്. ഇന്നവര് പച്ച മണ്ണിൽ കിടക്കുമ്പോ അടുത്ത ഒരു റമദാൻ വരുമ്പോ അവരുടെ ഖബറിന്റെ അരികത്തായി എനിക്ക് കൂടെ ഒരു ഖബർ ഒരുക്കുമല്ലോ. ഈ ഒരു ഓർമ്മയിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണമെന്ന, അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന, അല്ലാഹുവിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകണമെന്ന, അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഉലൈക മഅവാഹുമുന്നാർ ബിമാ കാനൂ യക്സിബൂൻ. ഉള്ള സമയത്ത്
മെച്ചപ്പെടുത്തി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ പത്തിൽ കഴിഞ്ഞല്ലേ ഉള്ളൂ. നമ്മളൊക്കെ ദുആ ചെയ്തു, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കരകയറ്റണേ അല്ലേ, റബ്ബേ നിന്റെ സ്വർഗ്ഗത്തിൽ കടത്തണോ. നമ്മളിൽ എത്ര ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉൾപ്പെടെ നമ്മളിൽ എത്ര ആളുകൾ ആ ഒരു ദുആ രക്കുമ്പോ അതിന്റെ അർത്ഥം ചിന്തിച്ച റബ്ബേ കണ്ണീന്ന് കണ്ണീര് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോഴും നമ്മൾ അങ്ങനെ ഇരിക്കാൻ. ചില ആൾക്കാർ ഉറങ്ങുന്നുണ്ടാവും, നോമ്പിന്റെ ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. ചില ആളുകൾ മൊബൈലിൽ നോക്കുന്നുണ്ടാവും, അപ്പൊ അപ്പോഴും അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ചൊല്ലുന്നുണ്ടാവും. ചൊന്നാ മാത്രം പോരാ, ഖൽബി എന്ന് പറയണം നമ്മുടെ. അപ്പോഴാണ് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളത്. കുറ്റപ്പെടുത്തല്ല, ഞാൻ നിങ്ങൾ ആക്ഷേപിക്കാനും വന്നവനല്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാ. എത്രയോ പള്ളികളിൽ വെള്ളിയാഴ്ച തോറും അല്ലാഹുമ്മ അജിർനി അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കരകയറ്റണേ അല്ലാഹ്. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار. الله നരകത്തിന്റെ വിറകുള്ളികളാക്കല്ലേ അല്ലാഹ്. ഫഇന്നഹാ ബിഅസ്ദാർ, അല്ലാഹുവേ അത് മോശമായ ഒരു വീടാണ്, ആ വീട്ടിലേക്ക് എന്നെ കടത്തല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പള്ളിയിലെ ഉസ്താദ് അവിടെ മിമ്പറിൽ നിന്നുകൊണ്ട് ദുആ രക്കുമ്പോഴും നമ്മളിൽ എത്ര ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളിൽ എത്ര ആളുകൾ ഇരുന്നുകൊണ്ട് ഉറങ്ങുന്നുണ്ട് അല്ലേ? ചിന്തിച്ചു നോക്കിക്കേ, വല്ലാത്ത അവസ്ഥയാ നമ്മുടേത്. സമയമില്ല വാപ്പമാരെ, കാലഘട്ടം മോശമായിരിക്കാൻ. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഭയപ്പെടുത്തുന്ന വാർത്തകൾ കടന്നു വരുമെന്ന് പറഞ്ഞെങ്കിൽ അത് ഈ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇബാദത്തുകളുടെ കുറവുകൾ കൊണ്ട്, നമ്മുടെ തൗബകളുടെ കുറവുകൾ കൊണ്ട്. രണ്ടാമത് പറഞ്ഞത്, നിങ്ങളുടെ തൗബ എപ്പോഴാണോ കുറയുന്നത്, നിങ്ങളുടെ ഇസ്തിഗ്ഫാർ എപ്പോഴാണോ കുറയുന്നത്, ആ ഇസ്തിഗ്ഫാർ കുറയുമ്പോ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയങ്ങളിൽ മഹാനായ സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറയാ, നിങ്ങൾ നേരം വെളുത്തു പുലരുമ്പോഴായിരിക്കാം നിങ്ങൾ ആ വാർത്തകൾ കേൾക്കുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ? പല തീരുമാനങ്ങളും രാത്രി അങ്ങോട്ട് പോരുന്നത് ഇതിന്ന് പറഞ്ഞ വാക്കല്ല, ഇതിന്ന് വന്നതുമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പറഞ്ഞു വെച്ചത് അത് പുലരുകയാണ്. രാത്രികളിൽ കടന്നു വരുന്ന നിയമങ്ങൾ നിങ്ങൾ പാസാക്കേണ്ടി വരും അല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ട്? നിങ്ങളുടെ ഇബാദത്തിന്റെ കുറവ് കൊണ്ട്, നിങ്ങളുടെ ഇസ്തിഗ്ഫാറിന്റെ കുറവ് കൊണ്ട്. നിങ്ങളൊന്ന് അടുത്തു നോക്ക് റബ്ബിലേക്ക്. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. അല്ലാഹു വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല, അല്ലാഹു വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല. അങ്ങനത്തെ ഭയപ്പാടുകൾ കടന്നു വന്നാൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിക്കോ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിക്കോ. അങ്ങനെ നിങ്ങൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പടച്ചവനെ നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ അല്ലാഹു മാറ്റും. അത് മാത്രവുമല്ല പെങ്ങളെ, ജീവിതത്തിന്റെ ഏതു വല്ല അഭിലാഷങ്ങളും അല്ലാഹു പൂവണിച്ചു തരുമെന്നാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ മഹാനുഭാവനാണ്. നടക്കുന്നുണ്ട്, നടന്ന് പോകുമ്പോ രാത്രിയായി അവിടെ കാണുന്ന ഒരു പള്ളിയിലേക്കൊന്ന് കിടന്നിറങ്ങാൻ നോക്കുമ്പോ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന ആള് പറഞ്ഞിവിടെ പറ്റൂല, കമ്മിറ്റിയുടെ തീരുമാനമുണ്ട്, പള്ളി പൂട്ടണമെന്ന്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങി തിരിക്കുകയാണ്. കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോ അതാ ഒരു മിന്നാമിനിന്റെ വെളിച്ചം പോലെ വിളക്ക് കത്തിയിരിക്കുന്ന ഒരു വീട് കാണുന്നല്ലോ. അവിടെ ചെന്നുകൊണ്ട് മഹാനുഭാവൻ പറയാ, ഈ രാത്രിയില് എനിക്കിവിടെ വന്ന് കിടക്കാമെന്ന് വിശ്രമിക്കാൻ അവസരം തരുവോ? സുബഹി നിസ്കാരം കഴിഞ്ഞ ഇവിടെ ഞാനങ്ങ് മടങ്ങിപ്പോകാ, സുബഹി നിസ്കാരം കഴിഞ്ഞ ഞാനങ്ങ് മടങ്ങിപ്പോകാ. ആ വീട്ടുകാരൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ഈ വീട്ടിൽ തന്നെ കിടന്നോ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആദിരാത്രിയില് പടച്ചവനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നൊരു ശബ്ദമാണ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്.
തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നിങ്ങനെ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോ ആ റൂമിൽ നിന്ന് ഇദ്ദേഹത്തിനെ കണ്ടപാട് ചോദിച്ചു, സഹോദര, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? ആ സമയത്ത് ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയാ, എനിക്ക് വേറെ ഒരാഗ്രഹമില്ല, എനിക്കൊരേ ഒരാഗ്രഹമേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ 10 ലക്ഷം ഹദീസുകൾ മനഃപാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തിന് വന്ന് കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. കേട്ടപാട് പറഞ്ഞു പോവുകയാണ്, അഹ്മദ് ബിൻ ഹംബൽ, നിങ്ങളെ തിരക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ ഞാനാ എന്ന് പറയുമ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിതടത്തിൽ മുത്തം കൊടുത്ത് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് മടങ്ങുമ്പോ അദ്ദേഹം ദുആ ചെയ്തു, റബ്ബേ, ഇന്നലെ വരെ ഞാൻ ദുആ ചെയ്തിരുന്നത് ഈ ഒരൊറ്റ ഒരു കാര്യമായിരുന്നല്ലോ. എന്റെ ഇസ്തിഗ്ഫാർ കാരണം എനിക്കതിനുള്ള സന്തോഷം എനിക്ക് നൽകിയല്ലോ അല്ലാഹ്. അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എനിക്ക് തൗബ ചെയ്യാനുള്ള വഴികള് നീ എനിക്ക് തുറന്നു തന്നല്ലോ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരും. ഇസ്തിഗ്ഫാർ കൊണ്ട് തന്നെ നമ്മുടെ ഭയപ്പാടുകൾ അല്ലാഹു മാറ്റിത്തരും. എന്റെ വാക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ റസൂലുള്ളാഹി. നമ്മുടെ മക്കള് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. നല്ലൊരു ഹദിയ. നിങ്ങൾ ഏതായാലും ഈ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കണം. നമ്മുടെ അങ്ങോട്ട് പോയത് നമ്മുടെ ആൾക്കാർ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് ഇൻഷാ അല്ലാഹ്. പെട്ടെന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ എടുക്കാൻ മറന്നുമ്പോ അങ്ങനെ ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ ഞാൻ ഇടാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും നല്ലൊരു ഹദിയ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നന്മയിലേക്ക് നമ്മൾ അടുക്കുക, നന്മയിലേക്ക് നമ്മൾ വരിക. അല്ലാഹുവിലേക്ക് കരഞ്ഞു കലങ്ങി ദുആ ചെയ്യുക. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്നാണ്. ഏത് പരീക്ഷണം വന്നാലും, ഏത് സങ്കടം വന്നാലും, ഏത് വേദനകൾ വന്നാലും മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനിന്റെ ആയുധം അത് ദുആയാണെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര മണിയുടെ സമയം സാഹിബ്? കുഴപ്പമില്ലെന്ന് ഇത് പറയണ സമയം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുക, നബിയുനാ മുഹമ്മദ് മുസ്തഫ സലാത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. ആ ഒരു ഓർമ്മയിലൂടെ നിങ്ങൾ കടന്നു വരുമോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മെച്ചപ്പെടുത്തുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നിന്ന് കടന്നു വന്നല്ലോ ന്റെ മുമ്പിൽ കുറെ ആളുകൾ കടന്നു വന്നുകൊണ്ടൊരു മനുഷ്യന്റെ പരാതി പറയുന്നുണ്ട്. എന്താണ് പരാതി എന്നറിയുമോ? വീട്ടിന്റെ അകത്ത് മനസ്സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അവിടെ സമാധാനമില്ല, അവിടെ ഒരു സന്തോഷമില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ഇടങ്ങേറാട്. ആ ഒരു സമയം മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാട്, ആ മനുഷ്യന്റെ പ്രയാസം അല്ലാഹു മാറ്റിത്തരട്ടെ. അതിനു വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നിങ്ങൾ കടന്നു വന്നോ. ആ മനുഷ്യൻ പത്തി മടക്കിയിട്ട് നിങ്ങളോടൊപ്പം കൂടുമെന്ന് പറയുമ്പോ ഇവരെല്ലാവരും വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി അവിടെ ചെന്ന് നിന്നുകൊണ്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയാണ്. ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് കരയുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല, തിരിച്ചു മടങ്ങി വന്നിട്ട് പറയാണ് അൽഹംദുലില്ലാഹ്, അദ്ദേഹം നമ്മളോട് സലാം പറഞ്ഞിരിക്കുകയാണ്, നമ്മളോട് ചേർന്നിരിക്കുകയാണ്, നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്. നല്ല മനസ്സോട്
മനസ്സോടുകൂടിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് പറയുന്നു, കണ്ടോ ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ പവർ എന്ന് പറയുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാരോട്, എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരോട്, എന്റെ ഉമ്മമാരോട് മനസ്സ് തുറന്നിട്ട് പറയാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം ഞാനും നിങ്ങളും എത്രയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലിയത്? വിരലിൽ എണ്ണാവുന്നത്രയെങ്കിലും നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ? എത്രയോ കഥകൾ പറഞ്ഞിട്ടുണ്ട്, എത്രയോ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എത്രയോ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഓർമ്മയിലൂടെ കടന്നു വന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലിയ ഭയപ്പാടോടുകൂടി കടുകികൂടുന്ന കാലഘട്ടങ്ങള്, അതിനെ അല്ലാഹു എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾക്ക് നിർഭയത്വം തരുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുമ്പോ നമ്മൾ മനസ്സ് കൊടുത്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ, റബ്ബിലേക്ക് അടുത്താലേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അതല്ലാതെ നിസ്കാരമില്ലാതെ, നോമ്പില്ലാതെ, സദഖയില്ലാതെ, സക്കാത്തില്ലാതെ, നന്മയിലൂടെ കടന്നു വരാതെ അങ്ങനാണ് ഇങ്ങനാണെന്നൊന്നും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. മനസ്സ് റബ്ബിലേക്ക് കൊടുക്കൂ, എന്നാലേ നമ്മൾ വിജയിക്കുകയുള്ളൂ എന്നാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദുൻ നബവിയുടെ ചാരത്തിരുന്നു കൊണ്ട് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് സംസാരിച്ചവര് മൂന്നാമതായിട്ട് പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇബാദത്തുകൾ ചെയ്യാൻ പറ്റണോ? സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 4 സ്വഹാബത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് പറയാ, നിങ്ങൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റണോ? നിങ്ങൾക്ക് നന്മയിലേക്ക് വരാൻ പറ്റണോ? നിങ്ങൾക്ക് സമാധാനം വേണം, നിങ്ങൾക്ക് നന്മയിലേക്ക് വരാൻ പറ്റണോ? നിങ്ങൾക്ക് സമാധാനം വേണം. അങ്ങനെ സമാധാനം എങ്ങനെ കണ്ടെത്തും? ഉടൻ തന്നെ മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞു, അത് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലൂടെയാണ് നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താ, നിങ്ങളുടെ മക്കളിലൂടെയാണ് അതിനൊരു വഴിയുള്ളത്. എന്നാൽ അവസാന കാലഘട്ടത്തെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് അതേ നാക്കുകൊണ്ട് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയാ, ഒരു കാലഘട്ടം വരാതിരിക്കുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരാതിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ മക്കളെ പേടിച്ച് മാതാവും പിതാവും കഴിയേണ്ടുന്ന ഒരവസ്ഥയാവുകയാണ്. അങ്ങനെ അവര് പേടിച്ചുകൊണ്ട് കഴിയേണ്ടുന്ന ഒരവസ്ഥയില് അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ അവർക്ക് മനസ്സ് വരുന്നില്ല, ഇബാദത്തിന് മനസ്സ് വരുന്നില്ല, നിസ്കരിക്കാനുള്ള മനസ്സ് വരുന്നില്ല, മനസ്സ് മുഴുവനും സങ്കടങ്ങളും ബേജാറുകളുമോ. അതൊക്കെ ശരിയല്ലേ ഉപ്പമാരെ? ഈ ഒരു കാലഘട്ടത്തെ പറ്റിയെന്ന് പറഞ്ഞു പോയത് ഇന്ന് 100% 100 മേനിയോടെ അത് ശരിവെച്ചു കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയല്ലേ. പള്ളിയിലേക്കൊന്ന് കടന്നു പോകുന്ന വാപ്പ, വീടിന്റെ അകത്തട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മ ഇന്ന് പൊട്ടിക്കരയുകയല്ലേ. ഒരു കുഴപ്പമില്ലായിരുന്ന മകനായിരുന്നു, ഇന്നെന്തേ ഒരു പന്തികേട് അവൻ വീടിന്റെ അകത്തട്ടിലേക്ക് വരുമ്പോ അവന്റെ സ്വഭാവത്തിനൊരു മാറ്റമുണ്ട്, അവന്റെ നോട്ടത്തിനൊരു മാറ്റമുണ്ട്, അവന്റെ നടത്തത്തിനൊരു മാറ്റമുണ്ട്. സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയാ, ആ കാലഘട്ടം കടന്നു വന്നാൽ ആ കാലഘട്ടത്തിന്റെ ആൺമക്കള് എത്ര വലിയ പാതിരാത്രിയായാലും അവരുടെ വീടിന്റെ അകത്തട്ടിലേക്ക് അവര് കടന്നു പോകൂല. അവരെ കാത്തുകൊണ്ട് ഉമ്മയും ബാപ്പയും ഇരിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു പോകുമ്പോ ഇവിടെ ഇരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ പൊന്നുമക്കളെ വെറുപ്പിക്കാൻ പറയുന്നതല്ല, എന്റെ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തുകയല്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ഉപ്പക്കറിയാ, ഇവിടെ ഇരിക്കുന്ന ഉമ്മക്കറിയാ, 7 മണി കഴിഞ്ഞാൽ പൊന്നുമക്കള് വീടിന്റെ അകത്തട്ടിലാണ്. 7 മണി കഴിഞ്ഞ മക്കള് വീടിന്റെ അകത്തട്ടിൽ. പണ്ടത്തെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ നോക്ക്. 11 മണിയായാലും മകൻ വീട്ടിൽ വന്നിട്ടില്ല, ഉമ്മാക്ക് സമാധാനമില്ല. അവൻ
അവൻ ഏത് വഴിക്കാ റബ്ബേ പോയത്, അവൻ എങ്ങോട്ടാ റബ്ബേ പോയത്? വാപ്പാക്ക് സമാധാനമില്ല, വാപ്പയും ചിന്തിക്കാൻ പടച്ചോനെ നേരത്രയായി, ഇതെന്ത് സ്വഭാവമാണ് അല്ലേ? പൊന്നാര വാപ്പമാരെ അവസ്ഥ മാറിയില്ലേ? ഈ കഴിഞ്ഞ റമദാനില് തൊപ്പി വെച്ച് നിസ്കരിച്ചിറങ്ങിയ 2 ചെറുപ്പക്കാരെ കയ്യിൽ നിന്നല്ലേ കഞ്ചാവ് കുടിച്ച? സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ വരെ കച്ചവടം തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം അല്ലേ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ ബാഗിൽ വെച്ചു കൊടുത്ത് വിട്ടതുപോലും അറിയാത്ത മാതാവും പിതാവും. സുബ്ഹാന റബ്ബി. ഉമ്മമാരെ, ഉമൈർ തങ്ങൾ തന്റെ മുമ്പിൽ കൊണ്ടുവന്ന കുട്ടികളുടെ പിതാവിനോടും മാതാവിനോടും പറഞ്ഞത്, എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം, അവരുടെ വസ്ത്രങ്ങളെ നിങ്ങൾ നോക്കണം. 5 കാര്യങ്ങൾ പഠിപ്പിച്ചു. പെട്ടെന്ന് പറയാം. 1, നിങ്ങൾ അവരെ ബിസ്മി ചൊല്ലിയിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അവർ വന്നാൽ നിങ്ങൾ അവരുടെ വേഷവിധാനം ഇറക്കി വിട്ടതുപോലെയാണോ എന്ന് ശ്രദ്ധിക്കണം. അത് നോക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് ഇല്ലേ? സ്കൂളില് അല്ലെ, നമുക്കൊക്കെ അറിയാം. ഈ തൊട്ടടുത്ത് മകനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ മകനെ കൊണ്ടുപോയി ഈ ചുണ്ടിന്റെ അടിയിൽ പൊട്ടിയിട്ട് വെള്ള പോലെ കാണാൻ തുടങ്ങി. ആ വെള്ള പോലെ കാണാൻ തുടങ്ങിയപ്പോ മകനെ കൊണ്ടുവന്നിട്ട് ചെക്കപ്പ് ചെയ്തു. അപ്പൊ പറഞ്ഞു, അത് കുഴപ്പമില്ല, കുറെ മരുന്നൊക്കെ കൊടുത്തു, ശരിയാകും, നാളെ ശരിയാകും, ഇന്ന് ശരിയാകും എന്ന് പറഞ്ഞു കുറെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. മാറുന്നില്ല. ഉമ്മയോട് ചോദിച്ചു, ഉമ്മാനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ മകൻ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവരൂ? ഒരു ദിവസം സാറേ, പാവപ്പെട്ട ഉമ്മാരല്ലേ സാറേ, ഒരു ദിവസം ചെറിയൊരു പൊടി അവൻ കൊണ്ടുവന്നിട്ട് ഞാൻ അവന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു സമയം അവൻ എന്നോട് പറഞ്ഞു, അത് കൂട്ടുകാരനിക്ക് കഴിക്കാനുള്ള ഗ്ലൂക്കോസിന്റെ പൊടി എന്നാ പറഞ്ഞത്. കൂട്ടുകാരനിക്ക് കഴിക്കാനുള്ള ഗ്ലൂക്കോസിന്റെ പൊടിയാണ്. എനിക്കതറിയില്ലല്ലോ, അങ്ങനത്തെ ഒരു പൊടി അവൻ കൊണ്ടുവന്നിട്ടുള്ളൂ, അല്ലാതെ എന്റെ കുട്ടി ഒന്നും ചെയ്യൂല. എല്ലാ ഉമ്മമാരെയും വിശ്വാസമാണ് എന്റെ മകൻ നീറ്റാണ്. വാപ്പമാരെ വിശ്വാസം എന്റെ മകൻ അടിപൊളിയാ, അവ ഒരു തെറ്റും ചെയ്യില്ല. വിശ്വാസം തെറ്റിക്കണ കാലഘട്ടം. ഞാൻ ചിന്തിച്ചത് തെറ്റാണ് എന്ന് പറയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന അല്ലെ, നോമ്പിൽ റമദാനിൽ കിടന്നുറങ്ങിയ ഉമ്മാന്റെ കഴുത്തിൽ പേന കൊണ്ട് കുത്തിയിറക്കിയ മകൻ. എന്തിനേറെ 2-3-4 മാസങ്ങൾക്ക് മുമ്പ്, റമദാനിക്ക് മുമ്പ്, ഞാൻ നമ്മുടെ പട്ടാമ്പി ഭാഗത്തു നിന്ന് കുപ്പത്തുനിന്ന് വാതിലേക്ക് വരുമ്പോ, ഞാനിപ്പോ ട്രെയിൻ ഇറങ്ങി അവിടുത്തെ ഒരു സംഘാടകൻ എന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോ ഒരു സഹോദരി വിളിച്ചിട്ട് പറയാ, ഉസ്താദെ ദ്വാരക്കണം, ഉസ്താദെ ദ്വാരക്കണം, എന്റെ മകൻ എന്നെ പേന കൊണ്ട് കുത്തിയിട്ട് വലിയൊരു മുറിവൊന്നുമില്ലെങ്കിലും അവൻ എന്നെ കുത്തിയപ്പോ എനിക്കൊരു വേദനയാണ്. എന്റെ കുട്ടിയല്ലേ, ഞാൻ പൊന്നുപോലെ വളർത്തിയവനല്ലേ, ഉസ്താദ് ദ്വാരക്കണം അല്ലേ? ഞാൻ ചോദിച്ചു, എത്രയിൽ പഠിക്കുന്ന? 10ാം ക്ലാസ് കഴിഞ്ഞ മോനാണോ? ഇല്ല, 7ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്. അവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഉസ്താദ്, എന്റെ കുട്ടി നന്നാവാൻ വേണ്ടി ദ്വാരക്കണം. അത് നിങ്ങൾ തന്നെ ദുആ ചെയ്തോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇവർ ഖുർആനിന്റെ ആയത്ത് ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് ദുആ ചെയ്തോ. നിങ്ങളുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരുമല്ലോ. എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണം എന്നുള്ള ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് വന്നാൽ നിങ്ങളുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരുന്നുണ്ട്. പേടിയാണ് വാപ്പാ, പേടിയാണ് പെങ്ങളെ, പേടിയാണ്. റമദാനിക്ക് പോലും കിടന്നിറങ്ങിയ ഉമ്മാന്റെ കഴുത്തറുത്ത് വന്ന മക്കളുടെ കാലഘട്ടമാ. റമദാനിക്ക് പോലും കിടന്നിറങ്ങിയ ഉമ്മാനെ അടിച്ച മക്കളുടെ കാലഘട്ടമാണ്. ഈ കഴിയുന്ന 27ാം രാവിന്റെ അന്നല്ലേ ഒരു മകൻ അവിടുന്ന് ബാപ്പയെ കൊണ്ടുപോയിട്ട് കാട്ടിൽ കെട്ടിയിട്ടിട്ട് അവിടുന്ന് ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്റെ പേരില്, പ്രിയപ്പെട്ട ബാപ്പ ചോദ്യം ചെയ്തതിന്റെ പേരില് ബാപ്പയെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് ആ ചെറുപ്പക്കാരന്റെ കൂട്ടുകാരും ഒരുമിച്ച് ബാപ്പയെ അടിക്കുന്ന രംഗം അത് സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്ന് കണ്ടവരാ നമ്മള്. സുബ്ഹാനല്ലാഹ്. പൊന്നുപോലെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മക്കള് അവിടുന്ന് ഭക്ഷണം കൊടുത്ത കയ്യിൽ തന്നെ കൊത്തുന്ന കാലഘട്ടമാ. എന്റെ ഉപ്പമാരെ ദുആ ചെയ്തോ. അങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നവരായിരിക്കുന്നുണ്ട്.
ഇന്നഹു സയഖൂൻ. അങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നവരായിരിക്കുന്നുവെന്ന് പറയുമ്പോ അത് ഈ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തൗബ ചെയ്തോ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോ. ഇങ്ങനെ ഓരോന്നും പറയുകയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ പറയാറുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെ പറയാനാ? എന്റെ ഉപ്പ ഇങ്ങനെയുള്ള നന്മകളിലൂടെ കടന്നു വരാൻ പറ്റണോ? എങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയുമോ? നാളെ നിങ്ങളില്ല എന്ന് ചിന്തിക്കുക. നാളെ നിങ്ങളുടെ മയ്യത്താണെന്ന് ചിന്തിക്കുക. നാളെ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും മണ്ണിട്ട് മൂടുമെന്ന് വിചാരിക്കുക. ആ ഒരു ചിന്ത കൽബിൽ വന്നാൽ നിങ്ങൾ തൗബ ചെയ്യാൻ മടിക്കൂല, നിസ്കരിക്കാൻ മടിക്കൂല, നോമ്പവിടം മുടക്കൂല, സ്വതക്ക മുടക്കൂല, സക്കാത്ത് മുടക്കൂല. എന്റെ ചെറുപ്പക്കാരാ, ഒരു ചിന്ത വരട്ടെ. നിങ്ങളെ പോലെ ആരോഗ്യമുണ്ടായിരുന്ന ഇവിടെ ഏതാ വളരെ ചുരുങ്ങിയ ചെറുപ്പക്കാരാണെങ്കിലും ലൈവിലൂടെ കാണുന്ന ഒരുപാട് കൂട്ടുകാര് ഇപ്പോഴല്ലെങ്കിൽ പിന്നെയെങ്കിലും കാണുന്നവരുണ്ടാകും. അവര് കേൾക്കാനാ പറയുന്നത്, പടച്ചറപ്പേ, നമ്മളെ പോലെ ആരോഗ്യമുണ്ടായിരുന്ന, നമ്മളെ പോലെ തന്റെ ഇടമുണ്ടായിരുന്ന, നമ്മളെ പോലെ മസിൽ പവറുണ്ടായിരുന്ന എത്രയോ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ആറടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ടുണ്ട്. ആറടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്കൊന്ന് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മ വേണമല്ലാ, എന്നെ പോലെ 20 വയസ്സുള്ള കുട്ടിയായിരുന്നല്ലോ, 26 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നല്ലോ. റബ്ബേ, അവനും ആരുമില്ലാതെ, അവന്റെ ഉമ്മയില്ലാതെ, അവന്റെ ബാപ്പയില്ലാതെ, അവന്റെ സഹോദരങ്ങളില്ലാതെ, അവന്റെ കൂടപ്പുറപ്പുകളില്ലാതെ, അവന്റെ കൂട്ടുകാരില്ലാതെ പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ അവൻ കിടക്കുകയാണ്. അതുകൊണ്ട് അല്ലാ, ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങള്, ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകള് എന്റെ കൂട്ടുകാരൻ കടന്നു വന്നിട്ട് എന്നെ ഒരു പാപത്തിന്റെ കെടാവിളക്കിലേക്ക് എന്നെ വിളിച്ചാ പോരും. വല്ലാഹി വല്ലാ, അങ്ങനത്തെ ഒരു തെറ്റിലേക്ക് ഞാനില്ല റബ്ബേ, അങ്ങനത്തെ ഒരു കുറ്റത്തിലേക്ക് ഞാനില്ല അല്ലാ എന്നുള്ള അടിയുറച്ച തീരുമാനം എന്റെ ചെറുപ്പക്കാരെടുത്തു. എന്ത് പ്രതിഫലമാ നമുക്ക് കിട്ടുന്നത്? ഈ ലഹരിയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, നാട് എല്ലാത്തിന്റെയും മാതാവാണ് ലഹരി എന്ന് പറയുമ്പോ നമുക്കെന്തേ മനസ്സിലായത്? ഉമ്മയെ കൊല്ലാ, പാപ്പയെ അടിക്കാ, പൊതുജനത്തിന്റെ മുമ്പിൽ ഇറങ്ങിയിട്ട് വഷളാക്കാ, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് കല്ലെറിയാ, കൈ മുറിക്കാ, മറ്റുള്ളവനെ കുത്തി നോവിക്കാ, അങ്ങനെ വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് വരണോ അതിനൊക്കെ ലഹരി മരുന്നിന്റെ പിന്നാലെ കടന്നു പോകുന്നവരാണ്. അതിന് പല പല പേരുകൾ ഇട്ടുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ട് പറയാ, ഉമ്മുൽ ഖബായിത്ത്, അത് തിന്മകളുടെ മാതാവാ. അതുകൊണ്ട് നിങ്ങൾ അതിന് ഉപേക്ഷിച്ചേക്കണേ, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണേ, നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ കടന്നു പോകണേ, നാളെ പടച്ചവന്റെ പൊരുത്തത്തോടെ വിട പറയണേ. അങ്ങനെ വിട പറയണമെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെ, നിങ്ങളുടെ ബാപ്പയുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കണേ. അതിനെന്ത് വേണമെന്നറിയുമോ? ആരൊക്കെ വിളിച്ചാലും, ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഞാനില്ല റബ്ബേ, എന്റെ ഉമ്മ എന്നെ വളർത്തുന്നത് അങ്ങനായിരുന്നു, എന്റെ ബാപ്പ എന്നെ വളർത്തിയത് അങ്ങനായിരുന്നു. എത്രയോ കൊല്ലങ്ങളെ പ്രവാസ ലോകത്ത് പോയി കിടന്ന് പാടുപെട്ട ഉപ്പയാട്, എത്രയോ കഷ്ടപ്പെട്ടുകൊണ്ട് വളർത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. 16, 17, 18 കൊല്ലം എനിക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നവരാണ്. അതുകൊണ്ട് അവരെ ചതിക്കാൻ ഞാനില്ലല്ലോ, അവരെ കുറ്റപ്പെടുത്താൻ ഞാനില്ലല്ലോ, അവരെ ആക്ഷേപിക്കാൻ ഞാനില്ലല്ലോ, അവരെ കളിയാക്കാൻ
ഞാനില്ലല്ലോ. ആര് വന്ന് വിളിച്ചാലും ഞാനൊന്നിന്റെ പിറവിലുമില്ല. അല്ലാഹുവേ, എത്രയോ ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരുണ്ട് ഇന്നും ബാപ്പയെ അനുസരിക്കുന്ന, സന്ധ്യസമയമായ വീടിന്റെ ഉള്ളിലേക്ക് വരുന്ന, ഇന്നെന്നെ വാഹനം ഓടിച്ചവിടെ കൊണ്ടുവന്ന ചെറുപ്പറമ്പിലുള്ള എന്ന് പറയുന്നവർ എത്രയോ കൊല്ലത്തെ പരിചയമുണ്ട് നമ്മള്. അൽഹംദുലില്ലാഹ്, ഒരുപാട് റമദാനുകൾ വാതിന് വരുമ്പോ ഞാൻ അവിടെ നിൽക്കാറുണ്ട്. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, പേര് നിസാം എന്നാണ്. എപ്പോഴും നല്ല സ്നേഹത്തോടെ, നല്ല ബഹുമാനത്തോടെ, നല്ല ആദരവോടെ കാണുന്നൊരു ചെറുപ്പക്കാരനാ. അതുപോലത്തെയൊക്കെ മക്കളല്ലേ നമുക്ക് വേണ്ടുന്നത്. അവരെയൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരേണ്ടുന്നത്. മക്കളെ, നിങ്ങളുടെ ബാപ്പ ആഗ്രഹിക്കുന്നത് എന്റെ മകൻ എന്നെ ഇഷ്ടപ്പെടുന്നവനാകണം, ഞാൻ പറയുന്നത് പോലെ നടക്കുന്നവനാകണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പിതാവിന് അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. നിന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചവരാണ്. നിന്റെ ഉമ്മ നേരം വെളുത്തു നിന്നെ പഠിപ്പിക്കാ, നിനക്ക് വേണ്ടി ഉറക്കമുഴഞ്ഞ ഭക്ഷണം വെച്ച് തന്നു വിട്ടവരാണ്. തിരിച്ചു വരുമ്പോ നിന്റെ കൂട്ടുകെട്ടിന്റെ പിന്നാലെ പരക്കം വാങ്ങിട്ടു. അവരെ കളിയാക്കല്ലേ, അവരെ കുറ്റപ്പെടുത്തല്ലേ, അവരെ ആക്ഷേപിക്കല്ലേ, അവരുടെ കണ്ണു നിറക്കുന്ന ഒരു വർത്തമാനവും നിങ്ങൾ ഉണ്ടാക്കല്ലേ. അതുകൊണ്ടാണ് അവസാനം ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് പറയാ, നിങ്ങൾ ദുആ ചെയ്തോ. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് സന്തോഷത്തിലൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ മെച്ചപ്പെടുത്തിയാൽ, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തിയാൽ അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരും. അവസാനമായിട്ട് പറഞ്ഞ ഈ ഒരു കാര്യം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ അല്ലാഹു തിരിച്ചു തരണോ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ അല്ലാഹു തിരിച്ചു വരണോ. അപ്പൊ സെയ്ദ് തങ്ങൾ ചോദിച്ചു, അതേതൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്? ആ നഷ്ടപ്പെട്ടു പോയതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തിരിച്ചു തരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ പാവങ്ങളായിരിക്കാം, നിങ്ങൾ വേദനയിൽ കഴിയുന്നവരായിരിക്കാം, നിങ്ങൾ സങ്കടത്തിൽ കഴിയുന്നവരായിരിക്കാം, നിങ്ങൾ ദുഃഖത്തിൽ കഴിയുന്നവരായിരിക്കാം. നിങ്ങളുടെ കൂടെ ഉള്ള ഏതെങ്കിലും ഒരു പാപത്തിനെ നിങ്ങൾ സഹായിക്കുമോ? ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ നിങ്ങൾ സഹായിക്കുമോ? സങ്കടത്തിൽ കഴിയുന്നവരെ നിങ്ങൾ സഹായിക്കുമോ? ആവലാദിയിലും വേവലാദിയിലുമായി കഴിഞ്ഞുകൂടുന്നവരെ സഹായിക്കുമോ? എന്നതാ നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി ഒരു വാഹനം അവർ സമർപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അത് വെറുതെയല്ല, അതിന്റെ മുഴുവൻ പൈസയും കൊടുത്തിട്ടുമല്ല. എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഇന്നിവിടം ദുആരക്കുമ്പോ 50,000-ഓ 10,000-ഓ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ കൊടുക്കാനും പറയുന്നില്ല. ഞാൻ ഈ ദുആ ചെയ്യാൻ പോകുന്ന ഈ മജ്ലിസിൽ നിങ്ങളുടെ അമൽ അല്ലാഹു സ്വീകരിക്കാൻ, നിങ്ങളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കാൻ ഞാൻ 1,000 രൂപ വീതം ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇരിക്കുന്നവര് എണ്ണമറ്റവരാണെന്നുണ്ടെങ്കിലും എന്നെ തിട്ടപ്പെടുത്താൻ പറ്റുന്നവരാണെങ്കിലും നിങ്ങളുടെ വിട പറഞ്ഞു പോയ പൊന്നാര ഉപ്പ വന്ന് ചിരിക്കട്ടെ, നിങ്ങളുടെ ഉമ്മ വന്ന് ചിരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ മഹല്ലത്തിൽ വന്നുകൊണ്ട് വാള് പറഞ്ഞൊരു സമയം എത്ര ആളുകളാ നിറഞ്ഞ മനസ്സോടെ സഹായിച്ചത്, എത്ര ആളുകളാണ് ഒരുമിച്ച് കൂടിയത്. റബ്ബിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തിരുന്നല്ലോ. ആ ഒരു പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ ഒരു ദുആ ചെയ്യാൻ പോകുന്ന ഒരു സമയത്ത് ഉസ്താദേ ഒരുപാടൊന്നും കൊടുക്കാനില്ല, ഇപ്പൊ തന്നെ കൊടുക്കാനുമില്ല, എന്നാലും ഞാൻ 1,000 രൂപ കൊടുക്കാം. അത് ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് കൂട്ടിയാണെങ്കിലും പടച്ചവനേ, ഈ പരിശുദ്ധമായ പവിത്രമായ മജ്ലിസിൽ ഇരിക്കുന്ന എന്റെ ഉപ്പമാരും എന്റെ ഉമ്മമാരും ആരാണോ അങ്ങനെ നീയത്ത് വെച്ചുകൊണ്ട് പറയുന്നത്, റബ്ബേ കരുണക്കടലായ അല്ലാഹുവേ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരകമായ രോഗങ്ങൾ
കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാ, സങ്കടങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാ, ദുഃഖങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാ. റബ്ബേ, ശരീരങ്ങൾ അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ കൊടുത്തിട്ട് സങ്കടത്തിലാക്കല്ലേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. ഒരു പൈസ തരണ്ട, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം തരട്ടെ. ഇന്നലെയും ഇതുപോലെ SKSSFന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ ഇതുപോലെ പരിപാടി വെച്ചത് ആ നാട്ടിലെ മഹല്ലത്തിന്റെ കീഴില് അവിടെയുള്ള ആളുകൾക്ക് പലിശരഹിത വായ്പ കൊടുക്കാനാണ്. അങ്ങനെ കുറെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതുപോലെ ചോദിച്ചപ്പോൾ ഒരുപക്ഷെ ലൈവ് കണ്ടവർക്കറിയാം എത്ര ആളുകൾ 5000 നിന്നവരുണ്ട്, 2000 വെച്ച് പറഞ്ഞവരുണ്ട്. അവസാനം ഞാൻ നിർത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ ഇന്നും അവിടെ വാതുള്ളത് കൊണ്ട് നാളെ തുസാൻ എടുക്കാൻ പറഞ്ഞിട്ട് നിർത്തിയതാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉപ്പമാരോട് നിങ്ങളൊക്കെ ഒരുപാട് സമ്പത്തുള്ളവരൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഉമ്മ മരിച്ചിട്ട് എത്രയോ കൊല്ലമായി ഖബറിൽ കിടക്കുന്നുണ്ട്. ഉസ്താദെ, ഉമ്മാക്ക് വേണ്ടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. ബാപ്പക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. ഇൻഷാ അല്ലാഹ് നിർബന്ധിക്കല്ല. ഞാൻ ഒരു സദസ്സിൽ ഒരാളെ ഞാൻ നിർബന്ധിക്കൂല, നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിർബന്ധിക്കൂല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ പരിശുദ്ധമായ ഈ മജ്ലിസിൽ നമ്മൾ പൊതുവാരക്കാൻ ദുആ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഉസ്താദെ, ഒന്നാമത്തെ ഒരാള് ഇപ്പൊ ഇല്ല, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സംഘാടകർക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ പടച്ചവനെ ഈ കൂട്ടത്തിൽ ആദ്യത്തെ ഒരാൾ ആര് പറഞ്ഞാലും അല്ലാഹുവേ നീ അവരെ സ്വീകരിക്കണേ റഹ്മാനെ, നീ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷമീം സാഹിബ് തന്നെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ പറ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സന്തോഷവും സമാധാനവും അല്ലാഹു തആല നൽകി കൊടുക്കട്ടെ. ഒന്നാമത്തെ ഒരു ഭാഗ്യവാൻ. ഞാൻ അങ്ങനെ പറയും, ഭാഗ്യവാൻ എന്ന് പറയാൻ എന്താ കാരണം? അല്ലാഹു പറഞ്ഞ എന്താ, ഒരു മനുഷ്യനിക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലാഹു അവരെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ്. നല്ല മോൻ അല്ലാഹു മാതാവിനും പിതാവിനും അന്ന് ഞാൻ ഇവനെ എടുത്തു വെക്കിയ മോനത് ചെറുതായി അല്ലാഹു നല്ല മോനായി കൊടുക്കട്ടെ. ഇവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടു കൂടി ഇനി ആരെയും കൊടുക്കണ്ട, പിന്നെ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇപ്പൊ തന്നെ കൊടുക്കാൻ എല്ലാവരും പറയാം. ആരാ ഇനി ആരാ ഈ കൂട്ടത്തിൽ ഒരാൾ പറയാൻ? ഈ കൂട്ടത്തിൽ ആരാ പറഞ്ഞ അവര് നമ്മുടെ ഉമ്മമാർക്കും പറയാൻ. ഉമ്മ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, മരണപ്പെട്ട ഉമ്മക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വീടാക്കി കൊടുക്കട്ടെ. ആമീൻ പറ. അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ വീടാക്കി കൊടുക്കട്ടെ. അല്ലാഹു സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. അല്ലാഹു ആ മകൻ ചെയ്തിട്ടുള്ള ഹദിയ കൊണ്ട് അല്ലാഹുവേ ഖബറിടം കണ്ണെത്താത്ത ദൂരത്തോളം നീ വിശാലമാക്കണേ റഹ്മാനെ. നേരം പോക്കാക്കുന്ന മലക്കുകളെ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകൾ മുഴുവനും അല്ലാഹു തആല ഖബൂലാക്കട്ടെ. റഹ്മായ പ്രതിഫലം അല്ലാഹു ഇരു വീട്ടിലും കൊടുക്കട്ടെ. സമാധാനം അല്ലാഹു തആല കൊടുക്കട്ടെ. അവിടെ പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബർ അല്ലാഹു കണ്ണെത്താത്ത ദൂരത്തോളം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. അർഹമായ പ്രതിഫലം ആ മകൻ ചെയ്തിട്ടുള്ള ഹദിയ ആ ഉമ്മാക്ക് കാണിച്ചു കൊടുത്തിട്ട് എന്റെ മകൻ എന്നെ ഓർത്തല്ലോ എന്ന് പറയുന്ന ആ ഒരു സന്തോഷം കൊടുക്കട്ടെ. അടുത്തുള്ള ഖബർവാസികളോട് എന്റെ മകൻ കണ്ടോ ഈ രാത്രിയിൽ എന്നെ ഓർത്തത് എന്ന് പറഞ്ഞ് ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ഇനി ആരാ സഹോദരങ്ങളെ? ഇൻഷാ അല്ലാഹ് നാളെ ഇങ്ങനെ ആകരുത്. നമ്മൾ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ്. നാളെയും എത്ര ദിവസമുണ്ട് പരിപാടി? 2 ദിവസം. ഇനി അൽഹംദുലില്ലാഹ് 2 ദിവസമുണ്ട്. ആ ഉള്ള 2 ദിവസം ഇൻഷാ അല്ലാഹ് ഉമ്മമാരോടും ആണുങ്ങളോടൊക്കെ പറയാൻ
നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ വീടിന്റെ ചാരത്തുള്ള എല്ലാവരെയും ഈ പരിശുദ്ധമായ പരിപാവനമായ മഹനീയമായ മജ്ലിസിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ പറയാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്ത് ഒരാളുടെ പേരും വന്നിട്ടില്ല. ഇന്നലേക്ക് ഉമ്മമാര് പൊന്നാരമ്മമാരെ അവരാ നിറഞ്ഞ മനസ്സോടെ കൊടുത്തത്. അല്ലാഹു തആല സന്തോഷത്തിലും റാഹത്തിലും അല്ലാഹു ആക്കട്ടെ. ഏതെങ്കിലും ഒരു 3 ഉമ്മമാരെ പേര് കിട്ടിയെങ്കിൽ ഇവിടെ കൊണ്ടുതരി. ഉറക്കം ചൊല്ലിക്ക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്, ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലക്ഷങ്ങളെ വിലമതിക്കുന്ന രോഗങ്ങൾ കൊടുത്തിട്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 1000 രൂപ, മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ രക്കാൻ 500 രൂപ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്, സന്തോഷം നിറച്ചു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ അവരുടെ ഖബറിടങ്ങളിലേക്ക് അതിന്റെ മിത്ല് തവാബിനെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ, കാരുണ്യവാനായ അല്ലാഹ്, അവരെങ്ങനാണോ അവരുടെ മാതാവിന് വേണ്ടിയിട്ട് അവർ മനസ്സുകൊണ്ട് കരുതിയത്, അല്ലാഹുവേ ആ പറഞ്ഞിട്ടുള്ള സദഖ കണ്ടിട്ട് അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അവരുടെ ഖബറിന്റെ ഉള്ളില് നേരം പോക്കാക്കുന്ന, രസിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന മാലാഖമാരെ നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി ആരാ ഇൻഷാ അല്ലാഹ് പറയുന്നു? പെട്ടെന്നാവട്ടെ. നിങ്ങൾക്ക് നാളെ ഇതേ സമയത്ത് ഇനിയിപ്പോൾ നിങ്ങളുടെ പരിപാടി ആരംഭിക്കണ്ടേ? ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? പെട്ടെന്ന് പറഞ്ഞ പെട്ടെന്ന് പറയണം, നമുക്ക് പെട്ടെന്ന് വിരിയണം. നാളെ ഇനിയിപ്പോൾ സമയം താമസിക്കാൻ പാടില്ലല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ വന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. സന്തോഷത്തിലും റാഹത്തിലും നീ ആക്കണേ റഹ്മാനെ. ഖൈറായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. ഈമാനിന്റെ മാധുര്യം നീ നിറച്ചു കൊടുക്കണേ റഹ്മാനെ. മാഷാഅല്ലാഹ്. എ.കെ. അബ്ദുസ്സലാം ഹാജി 1000 രൂപ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ റഹ്മാനെ. സന്തോഷവും സമാധാനവും നീ നിറച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ ഒരു സമ്പത്തിന് പകരം, ഈ ഒരു സ്വതക്കക്ക് പകരം അല്ലാഹുവേ ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങൾ കൊടുത്തിട്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. സങ്കടങ്ങളും ദുഃഖങ്ങളും കൊടുത്തിട്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ആവലാദികളും വേവലാദികളും കൊടുത്തിട്ട് നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഇനി ആരാ ഇൻഷാ അല്ലാഹ്? അമ്മമാരെ ഭാഗത്ത് പറഞ്ഞ വരി ഇൻഷാ അല്ലാഹ് പെട്ടെന്നാവട്ടെ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഓരോരുത്തരുടെയും സ്വതക്കയിൽ നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി, പിന്നെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേറെ സഹോദരി 1000 രൂപ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇവിടെ പറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ ഖബറിടത്തിലേക്ക് മക്കൾ ചെയ്തിട്ടുള്ള സ്വതക്കകളെ അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് സന്തോഷത്തിലാക്കട്ടെ. കാൽ രോഗം ബാധിച്ച് എറണാകുളം മിംസ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. സ്വാദിഖ് കുഴിക്കാളി അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗത്തിന് തമ്പുരാൻ ശിഫ കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അൽഹംദുലില്ലാഹ്. സഹായിച്ച ഒരാൾക്കും അല്ലാഹു ഇതുപോലത്തെ ഒരു രോഗവും അല്ലാഹു തആല വെക്കാതിരിക്കട്ടെ. അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. ഒരു സഹോദരൻ ദുബൈയിൽ ഷുഗർ കൂടിയിട്ട് ഐസിയുവിലാണ്. അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആജിലായ കാമിലായ ശിഫ അല്ലാഹു തആല കൊടുക്കട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു തആല കൊടുക്കട്ടെ. ഇന്നത്തെ കാപ്പി മരണപ്പെട്ടു പോയ ഷരീഫിന് വേണ്ടി ദുആ ചെയ്യാൻ ഷരീഫിന്റെ ഉമ്മ നൽകിയതാണ്. ആ ഉമ്മാക്ക് അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ആ മകന്റെ ഖബർ അല്ലാഹു തആല സന്തോഷത്തിന്റെ വീടാക്കട്ടെ. ആ ഉമ്മ ചെയ്ത സ്വതക്ക കണ്ട് എന്റെ ഉമ്മ എന്നെ ഓർത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ വഫിൽ ഖബരി മൂനിസ, നേരം പോക്കാക്കുന്ന മലക്കുകളെ അല്ലാഹു തആല കൊടുക്കട്ടെ. സന്തോഷത്തിലും റാഹത്തിലും അല്ലാഹു തആല
മുസ്തഫ അഷ്റഫി അൽഹംദുലില്ലാഹ് 1000 രൂപ കച്ചവടത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു ഈമാനിന്റെ മാധുര്യം അല്ലാഹു നിറഞ്ഞു കൊടുക്കട്ടെ. ഏതാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ, സന്തോഷവും റാഹത്തിലും നീ ആയി കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഞാൻ ഇവര് നമ്മുടെ പേരാവൂർ ഞാനിവിടെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ പഴയൊരു പേരാവൂരിന്റെ ഓർമ്മയായിരുന്നു അന്ന് വന്നപ്പോഴേ. അപ്പൊ അത് അവരാരും കാണാൻ തന്നെ ഇല്ല. അല്ലാഹു തആല സന്തോഷത്തിൽ റാഹത്തിൽ അല്ലാഹു എല്ലാവരെയും ആക്കി കൊടുക്കട്ടെ. ഖൈറായ വഴികൾ അല്ലാഹു തആല നിറച്ചു കൊടുക്കട്ടെ. ബാംഗ്ലൂർ റൈസ് എനിക്കടിയുള്ള 1000 രൂപ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഏതൊരാഗ്രഹമാണോ അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും അല്ലാഹു തആല ആക്കി കൊടുക്കട്ടെ. അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആണുങ്ങൾ മുഴുവനും ഒന്ന് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. മുസാവത്തിയാനല്ല, അങ്ങനെ നിങ്ങൾ പേടിക്കുക വേണ്ട. ഒന്ന് അടുത്തേക്ക് വരി, നമുക്ക് ഒരുമിച്ച് നമുക്ക് മുസാവത്തല്ല പിന്നെ ദുആ ചെയ്ത് അടുത്തേക്ക് എല്ലാവരും പോരി ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നല്ല അടിപൊളി സ്ഥലം. ഇൻഷാ അല്ലാഹ് ഒന്ന് ഒരുമിച്ച് നിന്നിട്ട് നിങ്ങളൊന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരു സമാധാനം. അൽഹംദുലില്ലാഹ്. ഐഷ 500, സുമയ്യ 100, ഷമീന 500, ഖദീജ 1000, ആയിഷ PK 1000, സഫിയ 1000, ഷാഹിദ 500. നമ്മുടെ ഉമ്മമാരൊക്കെ അവരെ കൊണ്ട് പറ്റും പോലെ അവർ സഹായിച്ചേക്കാം. അല്ലാഹു എല്ലാവരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കൂല, പോരി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം തരട്ടെ. നാളെ എത്ര മണിക്ക് ആരംഭിക്കുന്നത്? നാളെ എത്ര മണിക്ക് ആരംഭിക്കുന്നത്? 8 മണിയാ ഇൻഷാ അല്ലാഹ്. നാളെ 8 മണി. എനിക്ക് അന്ന് 8 മണിയല്ലല്ലോ. സ്വന്താക്കി അപ്പൊ എല്ലാ പണി എനിക്ക് നടക്കട്ടെ. മരിച്ചോയ ഉപ്പാക്കും ഉമ്മാക്കും മകനും വേണ്ടി ദ്വാരക അല്ലാഹു തആല അവരുടെ ഖബറുടെ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമുക്ക് ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടണം. അതിനുവേണ്ടി ഒരു സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സകലമാന രോഗങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട് ആയിരക്കണക്കാന പാപങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ പൊരുത്തപ്പെട്ട് നൽകണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ പാവപ്പെട്ടവനോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ അവർക്കൊക്കെ രോഗങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആജിലായ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ഇതിനു വേണ്ടി ഓടി നടന്ന സഹോദരങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. സംഘാടകരെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഭക്ഷണം ഇറങ്ങാത്ത രോഗം തന്നിട്ട് ഞങ്ങളെ സങ്കടത്തിലാക്കല്ല അല്ലാഹ്. റബ്ബേ ഇബാദത്തിന് കോട്ടം വരുന്ന ഒരു രോഗവും തരല്ലേ റബ്ബേ. ഇബാദത്തിന് കോട്ടം വരുന്ന ഒരു രോഗവും തരല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ
ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹ് ഒരപകടത്തിലും പെടുത്തല്ലേ റബ്ബേ, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. റബ്ബേ, ശരീരങ്ങൾ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് വെട്ടിപ്പൊളിച്ച് മയ്യത്ത് പുറത്തെടുക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മയ്യത്തുകൾ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നൊരു ഗതികേട് വരുത്തല്ലേ റബ്ബേ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണം തരല്ലേ റബ്ബേ. അല്ലാഹുവേ, നേരം വെളുത്ത് ഞങ്ങളുടെ പൊന്നുമക്കളെ നല്ലതുപോലെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് സ്കൂളിൽ പറഞ്ഞു വിടുന്നവരാണ് അല്ലാഹ്. ഞങ്ങളുടെ പുന്നാര മക്കളെ വെള്ള പുതപ്പിച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കല്ലേ റബ്ബേ, ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കല്ലേ അല്ലാഹുവേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എപ്പോ വിളിച്ചാലും സമയത്ത് വിളിച്ചാലും ഓടി വരുന്ന പ്രിയപ്പെട്ട സഹോദരൻ നസീർക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഭാര്യ മക്കളിലൊക്കെ ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഇവിടെ ഉള്ള പ്രിയപ്പെട്ട ഷമീമൊക്കെ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സൈദിനെ പോലെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരിലും ബറക്കത്ത് കൊടുക്കണയല്ലോ, സമാധാനം കൊടുക്കണയല്ലോ. ഇവിടെ നിൽക്കുന്ന മുഴുവൻ ഉസ്താദുമാരെയും സ്വീകരിക്കണയല്ലോ. ദൈവ കൊടുത്തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുർ റസാഖ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ശബ്ദവും വിളിച്ചുകൊണ്ടെന്ന സഹോദരനിക്ക് സന്തോഷം നൽകണേ അല്ലാഹ്, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബേ, ആരൊക്കെ എപ്പോഴൊക്കെ എന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു അതിന്റെ വലിപ്പം കണ്ടിട്ടല്ല, ഇവിടെ ഉള്ള സാധുക്കളുടെ ആമീൻ പ്രതീക്ഷിച്ചാണ് അല്ലാഹ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ അവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആയെ തട്ടല്ലേ അല്ലാഹ്.